അല്ലേ? ദിലീപേട്ടൻ്റെ ഹ്യൂമർ സെൻസ് തന്നെയാണ്. നമ്മളൊരു പ്ലെയിൻ പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഉഗ്രൻ കോമഡി സീനാക്കി തരാൻ മിടുക്കനാണ്. ഞാൻ ഒരുപാട് തൊട്ടടുത്ത് നിന്ന് കാണാൻ ഭാഗ്യമുണ്ടായിട്ടുള്ള ഒരാളാണ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മൈ ബോസിലൊക്കെ ഒരുപാട് സീനുകളുണ്ട്, ഒരുപാട് സീനുകൾ. അപ്പം ദിലീപേട്ടൻ അറിയാം, ഫസ്റ്റ് ഹാഫിൽ ദിലീപേട്ടൻ്റെ പ്ലേ കുറച്ച് കുറവാണ്, ഈ അലി എന്ന് പറയുന്ന ക്യാരക്ടറാണ്. സെക്കൻഡ് ഹാഫിലാണ് ദിലീപേട്ടൻ നാട്ടിൽ വന്നിട്ടാണ് പുള്ളിയുടെ വിളയാട്ടം. ഫസ്റ്റ് ഹാഫിൽ ഫുള്ള് ഹ്യൂമർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഈ അലി എന്ന് പറയുന്ന ക്യാരക്ടറാണ് ദിലീപേട്ടന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ദിലീപേട്ടൻ ഷൂട്ട് കഴിഞ്ഞാൽ ദിലീപേട്ടൻ പോവില്ല. ദിലീപേട്ടൻ ക്യാമറയുടെ പുറകെ വന്നിട്ട് നമ്മൾ ചെയ്യുന്നെങ്കിലും എന്നിട്ട് പറയും ജിത്തുഭായി അത് അവനെ കൊണ്ട് ഇങ്ങനെ ചെയ്യും, അല്ലെ അവനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നു പറഞ്ഞ് ദിലീപേട്ടൻ പറഞ്ഞ് നമുക്ക് ഓരോ സാധനങ്ങളും പറഞ്ഞു തന്ന്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ ചായ വീണതിന് ശേഷം ദിലീപേട്ടൻ വന്നു കഴിയുമ്പം മമതയും കൂടെ ഇരുന്ന് പ്രാരബ്ധ എന്നൊക്കെ പറയുമ്പോൾ ഞാനൊരു ബക്കറ്റ് ഇതൊക്കെ ആയിട്ട് തുണിയൊക്കെ തുടയ്ക്കാൻ വരുന്നുണ്ട്. അത് ജിത്തുഭായി ശരിക്കും എഴുതി വെച്ചിരുന്നു. ഇവരിങ്ങനെ സംസാരിക്കുന്നു, ഞാൻ വന്നു ഇത് എഴുതുന്നു, അപ്പോൾ എന്നെ ഗെറ്റ് ഔട്ട് അടിക്കും.